left color. Fully European style ആണല്ലോ. Hi dears, welcome back. ഇന്ന് ഒരു അടിപൊളി വ്ളോഗാട്ടോ ഷെയർ ചെയ്യുന്നത്. നമ്മളെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്, ഷൈനി, ഷമീറും റിയാദിന്ന്. നമ്മളെ വ്ളോഗൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. ഷൈനി, ഷമീർ ഇതിന് മുമ്പ് നമ്മളെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഉംറക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഉംറൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതപ്പോൾ കായിക്കിൽ പോവാണ്, കിങ് അബ്ദുള്ള എക്കണോമിക് സിറ്റി. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് കായിക്ക് നട്ട പറയൽ. ഇത് ശരിക്കും വിട്ടുപോയത്. നമ്മൾ ഈ കായിക്കിലേക്ക് ഇപ്പോൾ രാത്രിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പാർട്ട്മെൻറ്റിന് അവർ അയച്ചു തന്നിട്ടുള്ള ലൊക്കേഷന് നമ്മൾ എത്ര സെർച്ച് ചെയ്തിട്ടും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാൻ്റെ ഫോണിൽ ലൊക്കേഷനിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കിട്ടാതിരുന്നത്. അപ്പോൾ അപ്പാർട്ട്മെൻറ്റൊക്കെ നമുക്ക് ഓൺലൈനിലായിട്ട് തന്നെ ബുക്ക് ചെയ്യാം. പിന്നെ കായിക്കിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളവിടെ ഒരു ദിവസം നിൽക്കുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ നമ്മളിങ്ങനെ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുള്ളത്. നമുക്ക് അപ്പാർട്ട്മെൻറ്റൊക്കെ ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 3 bedroom അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പോൾ സൺറൈസ് അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമുക്കൊരു ലിവിങ് റൂം ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ലിവിങ് റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് റൂമാണ്. ടിവിയും ഡൈനിങ് ടേബിളും എല്ലാം ഇതിൽ വരുന്നുണ്ട്. സോഫ സെറ്റും എല്ലാം അടക്കം വരുന്നതാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ്. പിന്നെ 3 bedroom-ആണ് കേട്ടോ വരുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം. പിന്നെ ഒരു ബെഡ്റൂം വരുന്നത് ഇതാണ്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ ഒരു 2 ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ. 3 ബാത്റൂമും 3 ബെഡ്റൂമും പിന്നെ ലിവിങ് റൂമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതാ ഇത് കിഡ്സിനുള്ള റൂമാണ്. കിച്ചൺ ഇതാണ് കേട്ടോ. ഞാൻ വന്നേക്കിന് ആദ്യം കയറിയത് കിച്ചണിലാണ്. നമ്മളെവിടെ പോയാലും ആദ്യം കിച്ചണിലാണ് നമ്മൾ കണ്ടെന്ന് പോവുക. പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ ലാസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ കിച്ചണിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുക്കിംഗ് റേഞ്ചും മൈക്രോവേവ് ഓവനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ, സെർവ് ചെയ്യാനുള്ള പാത്രങ്ങൾ, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഈ ഒരു യാത്ര പെട്ടെന്ന് ഉണ്ടായതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കുക്ക് ചെയ്യാനുള്ള ഒരു സാധനങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും പോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് കേട്ടോ കിച്ചണ്. അപ്പോൾ നമ്മൾ രാത്രി പോന്നപ്പോൾ തന്നെ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വാങ്ങിയിട്ടുള്ളത് കബ്സിയും അൽഫാമും കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കുകയാണ്. ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളെല്ലാവരും ഉറങ്ങി എണീറ്റ് കേട്ടോ. അപ്പോൾ ഇത് രാവിലത്തെ കാഴ്ചയാണ്. പിന്നെ ഈ ഒരു കായിക്കിലേക്ക് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ കായിക്കിൻ്റെ ഒരു ആപ്പ് ഉണ്ട് കേട്ടോ. അതൊന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇക്കാമ നമ്പർ അതുപോലെ വണ്ടീൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടുള്ള നമുക്കവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു റിക്വസ്റ്റ് കൊടുക്കണം. അങ്ങനെ നമുക്കൊരു ദിവസത്തിനുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് കേട്ടോ നമ്മളിതുവരെ കായിക്കിൽ പോയിട്ടുള്ളത്. പിന്നെ 1-2 വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അവിടെ ചെന്നിട്ടും അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളത്. പക്ഷെ നമ്മളിതുവരെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. കാരണം നമുക്കൊരു 1.5 മണിക്കൂർ യാത്ര ഉണ്ട് നമുക്ക് ജിദ്ദയിൽ നിന്ന് കായിക്കിലേക്ക്. പിന്നെ നമ്മൾ അവിടെ പോയിട്ട് മടങ്ങി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് തന്നെ പോയിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ രാവിലെ കുറച്ച് വെള്ളം ചൂടാക്കി കുടിക്കുക കേട്ടോ. രാവിലെ ചെറിയൊരു ചൂടുള്ള വെള്ളമാണ് കുടിക്കൽ. അപ്പോഴേക്കും മക്കളൊക്കെ അത് എണീറ്റിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമ്മളെല്ലാവരും റെഡി ആയിട്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫുഡൊന്നും എടുത്തിട്ടില്ല എന്നുള്ളത് ഉണ്ടാക്കാനുള്ള. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങുകയാണ്. ചില യാത്രകൾ ചെറുതാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന നല്ല അടിപൊളി യാത്രയായിരിക്കും അല്ലേ. അതുപോലത്തെ ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു കായ്ക്ക് വിസിറ്റും. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഷാന നല്ലൊരു പോസിറ്റീവുള്ള ആളാണ് കേട്ടോ. കാരണം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആവും. പക്ഷേ ഓൾ അങ്ങനെയല്ല കേട്ടോ. ഭയങ്കര പോസിറ്റീവും ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരാളാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു അടിപൊളി ആളാണ് കേട്ടോ. കാരണം ഓളായിട്ട് സംസാരിച്ചിരുന്നാൽ നമുക്ക് ടൈം പോണത് അറിയില്ല. നല്ലൊരു ക്യാരക്ടറാണ്. എന്താണെന്നുണ്ടെങ്കിലും ഒക്കെ അത് പെട്ടെന്ന് മാനേജ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ കൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞത് അത്ര രസമുള്ളൊരു യാത്ര തന്നെയായിരുന്നു. പിന്നെ നമ്മളെ കൂടെ അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാത്രിയാണ് എത്തിയിട്ടുള്ളത്. വൈകുന്നേരം മുനിയും ഫിറോസും കൂടെ ഇവിടെ കായ്ക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫിറോസും മുനി വേറൊരു അപ്പാർട്ട്മെൻറ്റാണ് എടുത്തിട്ടുള്ളത്. ഫിറോസിൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ ഒരു വേറൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഫിറോസിനെ മുനിനൊക്കെ കാണാനും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. യൂറോപ്യൻ സ്റ്റൈലിലാണല്ലോ. പിന്നെ ഈ ബിൽഡിംഗ് നമ്മൾ ഫിറോസിനെ കണ്ടിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് നോക്കിയതാട്ടോ. അപ്പോൾ റെസ്റ്റോറൻറ്റൊന്നും ആ ഒരു ടൈമിൽ ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വാങ്ങാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫിറോസും ഓരോ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളതായിരുന്നു. ബ്രെഡും കുറച്ച് സ്നാക്സൊക്കെ വാങ്ങുക ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതായിരുന്നു. അപ്പോഴാണ് കേട്ടോ അവിടെ ഈ ഒരു കാഴ്ച. നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ്. ജിദ്ദയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ ഈ ഒരു കായ്ക്ക് വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യാൻ കേട്ടോ. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഈ ഒരു കായ്ക്ക്. കായ്ക്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഒന്നും പോയാലൊന്നും നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരുപാടുണ്ട് ഇത് കാണാൻ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. ഓരോ ഭാഗങ്ങളാണെന്നുണ്ടെങ്കിലും വേറെ രീതിയിലാണ് കേട്ടോ. അടിപൊളിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. വെയിലിന് ചെറിയൊരു ചൂടുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി കാലാവസ്ഥയാണ് അവിടെ. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസ് എടുത്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഫോട്ടോസ് എടുക്കൽ കാരണം മക്കൾ വരെ തെറ്റിപ്പോയി കേട്ടോ. ഓരോ ഫോട്ടോസ് എടുക്കാതെ നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മക്കൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിത് സൂപ്പർ മാർക്കറ്റിൽ കയറുകയാണ്. നമ്മൾ കുറച്ച് 7 days ബ്രെഡ് ജ്യൂസ് ഇതൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പീനട്ട് മസാല പീനട്ട് ആട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതാ നമ്മൾ പുറത്തിറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് കഴിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഫിറോസിൻ്റെ അടുത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോടുത്ത് പോവുകയാണ്. പിന്നെ നമ്മൾ വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല രാവിലെ റെസ്റ്റോറൻ്റ് ഒന്നും ഓപ്പൺ അല്ലാത്തത്. ജുമ കഴിഞ്ഞിട്ടായിരിക്കും ഓപ്പൺ ആവുന്നത്. അതുകൊണ്ടായിരിക്കട്ടെ രാവിലെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ രാവിലെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ
ഫിറോസിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയാണ് കേട്ടോ ഇവർ. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ബീച്ചിലേക്ക് ഇറങ്ങാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് ഒരു ബോക്സിൻ്റെ മുകളിലാണ് നമുക്ക് ഇരിക്കാനുള്ളത്. അപ്പോൾ ഇറങ്ങാൻ തന്നെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇറങ്ങി കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഇനി പിന്നെ നമ്മളിനി ഫിറോസിൻ്റെറ്റും അപ്പാർട്ട്മെൻറ്റിലേക്കാട്ടോ പോണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇൻഷാല്ലാ ഇനി അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ കായ്ക്കിൽ ഇതുവരെ പോവാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോൻ്റെ ബാക്കി ഞാൻ അടുത്ത വ്ളോഗായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗായിട്ട് ഇൻഷാല്ലാ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.